IPL മത്സരത്തിനിടെ ബൗണ്ടറി ലൈന് തൊട്ടുപുറത്തായി വീണ പന്ത് കാണാതായത് കാണികളെ രസിപ്പിച്ചിരുന്നു. മുംബൈ ഇന്ത്യൻസ് കളിക്കാരും ക്യാമറാമാൻമാരും പന്ത് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിനിടെയാണ് തെരുവ് ക്രിക്കറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രസകരമായ മുഹൂർത്തമുണ്ടായത്. മത്സരത്തിന്റെ 9ാം ഓവറിൽ കരൺ ശർമ്മയുടെ പന്തിൽ ധ്രുവ് ജൂറൽ കവറിന് മുകളിലൂടെ സിക്സർ അടിച്ചതിനെ തുടർന്നാണ് സംഭവം. ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ ഉയർത്തിയ 218 റൺസ് വിജയലക്ഷ്യം പിന്തുടരുകയായിരുന്നു റോയൽസ്. ധ്രുവ് ജൂറലിന്റെ സിക്സർ വന്നു വീണത് ബൗണ്ടറി ലൈനിന് തൊട്ടുപുറത്താണ്. തുടർന്നാണ് വിചിത്രമായ രംഗങ്ങൾ അരങ്ങേറിയത്. 3 മുംബൈ താരങ്ങളും ഏതാനും ക്യാമറാമാൻമാരും പന്ത് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തെരുവ് ക്രിക്കറ്റിന്റെ പ്രതീതി സൃഷ്ടിച്ച് എല്ലാവരും വെള്ളപ്പന്തിനായി തെരഞ്ഞെങ്കിലും വളരെ നേരം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മത്സരം കുറച്ചു നിമിഷത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. കമന്ററി ബോക്സിൽ നിന്ന് സുനിൽ ഗവാസ്കർ രസകരമായ ഈ നിമിഷങ്ങൾ മുതലെടുത്തു. പന്ത് കാണുന്നില്ലെങ്കിൽ സിക്സർ അടിച്ച രാജസ്ഥാൻ റോയൽസിന് 6 റൺസ് കൂടി അധികം നൽകണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം തമാശ രൂപേണ പറഞ്ഞു. പന്ത് നഷ്ടപ്പെട്ടാൽ 6 റൺസ് കൂടി നൽകണമെന്ന നിബന്ധന പണ്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ നിരവധി ക്രിക്കറ്റ് ആരാധകർ തെരുവുകളിൽ കളിച്ചിരുന്ന ബാല്യകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. മത്സരത്തിൽ റോയൽസ് 100 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. 20 ഓവറിൽ 2-ന് 217 എന്ന കൂറ്റൻ സ്കോറാണ് മുംബൈ പടുത്തുയർത്തിയത്. റയാൻ റിക്കൽട്ടൺ 38 പന്തിൽ 61, രോഹിത് ശർമ്മ 36 പന്തിൽ 53 എന്നിങ്ങനെ വെറും 71 പന്തിൽ 116 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കി. സൂര്യകുമാർ യാദവ് 23 പന്തിൽ 48, ഹർദിക് പാണ്ഡ്യ 23 പന്തിൽ 48 എന്നിങ്ങനെ 44 പന്തിൽ നിന്ന് 94 റൺസിന്റെ 3ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് കൂടി നേടിയതോടെയാണ് മികച്ച സ്കോറിലേക്ക് എത്തിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച റോയൽസ് പവർ പ്ലേയിൽ തന്നെ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി. 7.1 ഓവറിലാണ് 6-ന് 64 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത്. 16.1 ഓവറിൽ 117 റൺസിന് റോയൽസ് ഓൾ ഔട്ടായി. 8ാം തോൽവിയോടെ റോയൽസിന് ഇനി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനാവില്ലെന്നും ഉറപ്പായി. 120 പന്തിൽ 218 എന്ന ഉയർന്ന വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസിനായി 8ാമൻ ജോഫ്ര ആർച്ചർ മാത്രമാണ് 27 പന്തിൽ 30 റൺസ് നേടി തിളങ്ങിയത്. കഴിഞ്ഞ മാച്ചിലെ റെക്കോർഡ് സെഞ്ചുറി താരം വൈഭവ് സൂര്യവംശിയെ ആദ്യ ഓവറിൽ തന്നെ ദീപക് ചാഹർ പുറത്താക്കുകയായിരുന്നു. നേരിട്ട 2ാം പന്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് തന്നെ വൈഭവ് വിൽജാക്സിന്റെ കൈകളിൽ എത്തുകയും ചെയ്തു. 3ാം ഓവറിൽ യശസ്വി ജയ്സ്വാളും 13 റൺസോടെ പുറത്തായി. നിതീഷ് റാണ 9 റൺസ്, റിയാൻ പരാഗ് 16, ഷിംറോൺ ഹെറ്റ്മെയർ 0, ശുഭം ദൂബെ 15, ധ്രുവ് ജൂറൽ 11 എന്നിങ്ങനെ ബാറ്റ്സ്മാൻമാരുടെ ഔട്ട് തന്നെയായിരുന്നു പിന്നീട്. ഇതോടെ 7-ന് 76 എന്ന നിലയിലേക്ക് റോയൽസ് കൂപ്പുകുത്തുകയും ചെയ്തു. ജോഫ്ര ആർച്ചർ പിടിച്ചു നിന്നതോടെയാണ് 100 കടന്നത്. 117-ലെത്തിയപ്പോൾ ആർച്ചറുടെ ചെറുത്തുനിൽപ്പും അവസാനിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും മികച്ച രീതിയിൽ കളിച്ച രാജസ്ഥാന് ഇത്തവണ പല ഘടകങ്ങളും തിരിച്ചടിയായെങ്കിലും ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ തന്നെയാണ് ടീമിനെ പിന്നോട്ടടിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കളിച്ച 11 മത്സരങ്ങളിൽ 7 എണ്ണത്തിൽ മാത്രമാണ് സഞ്ജു ഇറങ്ങിയത്. അതിൽ 4 കളികളിൽ മാത്രമാണ് ക്യാപ്റ്റനായി അദ്ദേഹം എത്തിയത്. ഇത് ഈ സീസണിൽ ടീമിന്റെ മുന്നേറ്റത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ 11 കളികളിൽ 3 എണ്ണത്തിൽ മാത്രം ജയിക്കാനായ രാജസ്ഥാൻ റോയൽസ് നിലവിൽ IPL പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇത്തവണ ഇനി 3 മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, പഞ്ചാബ് കിങ്സ് ടീമുകളാണ് ഈ മത്സരത്തിൽ റോയൽസിന്റെ എതിരാളികളാകാൻ പോകുന്നത്. ശേഷിക്കുന്ന കളികളിൽ ജയം നേടി സീസൺ അവസാനിപ്പിക്കുകയായിരിക്കും ഇനി റോയൽസിന്റെ ലക്ഷ്യം.